ഹായ്, എൻ്റെ പേര് അമൽ. ഞാൻ ഇൻഡസ് എഡ്യൂക്കേഷൻ എന്നാണ് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് കഴിഞ്ഞത്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ജോബ് ഡ്രൈവ് വഴി എപ്പിസോഡ് സബ്ജക്റ്റിൽ പ്ലേസ്ഡ് ആയി. ഇൻ്റർവ്യൂ മെയിൻലി 3 റൗണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. 3 റൗണ്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ഓൺലൈൻ അസസ്മെൻ്റ് ആയിരുന്നു, സെക്കൻഡ് ടെക്നിക്കൽ റൗണ്ടിൽ കൂടുതലും നമ്മളോട് ചോദിച്ചിരുന്നത് ഈ അനാട്ടമിയും കോഡിംഗ് ഗൈഡ് ലൈൻസും അതൊക്കെയാണ് ചോദിച്ചത്. പിന്നെ HR റൗണ്ടിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, അത് നമുക്കൊരു ടോപ്പിക്ക് തരും, അതേപ്പറ്റി അതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ ടീമായിട്ടും ഒക്കെ സെറ്റ് പറയുക എന്നുള്ളൊരു ഇതായിരുന്നു. അതൊക്കെ ഇൻ്റർവ്യൂ പൊതുവെ നല്ല എളുപ്പമായിരുന്നു. പിന്നെ നമുക്ക് മെയിൻലി അവരുടെ ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ടും ഇൻ്റർവ്യൂവേഴ്സിൻ്റെ ആ ഒരു ഫ്രണ്ട്ലി ആ അറ്റ്മോസ്ഫിയറും കാരണം നമുക്ക് അങ്ങനെ ടെൻഷൻ ഒന്നും തോന്നിയില്ലായിരുന്നു. ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു, നല്ല കൂളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റിയിരുന്നു. പിന്നെ ഇപ്പം മെഗാ ജോബ് ഡ്രൈവ് ആയിട്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്നുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഫസ്റ്റ് ഓൺലൈൻ അസസ്മെൻറ്റ് റൗണ്ടിൽ, അതായത് ഫസ്റ്റ് അസസ്മെൻറ്റ് സമയത്ത് ഒരുപാട് പേർക്ക് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഫോണിൽ ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പം അവർ ഫാക്കൽറ്റീസ് ഒക്കെ ആണല്ലോ, അവരെല്ലാവരും അവരുടെ ഫോണൊക്കെ തന്നു ഞങ്ങളെ കൊണ്ട് അവരുടെ ഫോണിലാണ് ഞങ്ങൾ അസസ്മെൻറ്റ് ചെയ്തൊക്കെ. എനിക്കും ആ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പം അവിടെ ഉണ്ടായിരുന്നതിൽ പുറത്തുനിന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് ആണെങ്കിലും ഇപ്പം എന്നോട് പറഞ്ഞു, എന്താ ഇപ്പോൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റീസ് ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുമോ എന്ന് കൂടി അറിയത്തില്ല, പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവാണ്. ഇപ്പോൾ എന്തായാലും ഒരു ഇഷ്യൂ വന്നാൽ ഇപ്പം പുറത്തുള്ളൊരു സ്റ്റുഡൻസ് എന്നുള്ള ആ ഒരു, അതായത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് എന്നുള്ളൊരു ഫീൽ അവർക്കില്ല. അതായത് ഫാക്കൽറ്റീസ് ആണെങ്കിലും ഇവരാണെങ്കിലും അത് അവിടുത്തെ ഇൻഡസ്ട്രിയൽ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു എല്ലാവരും ഹാൻഡിൽ ചെയ്തത്. അതുപോലെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും സപ്പോർട്ടീവായിട്ടുമായിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ നടന്നത്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പിന്നെ വന്നതിൽ 70ഓളം ആൾക്കാർ ഓൾറെഡി പ്ലേസ് ആയിട്ടുണ്ട്. ഇൻ്റർവ്യൂ അവരുടെ മെയിനായിട്ടും ഇൻഡസിൻ്റെ ഹാർഡ് വർക്ക് അത് തന്നെയാണ് പറയേണ്ടത്. കാരണം നല്ലൊരു ഇവൻ്റെ നല്ല രീതിയിൽ തന്നെ നടന്നു. ഇപ്പം ഇത്രയും പേര് പ്ലേസ് ആയി, അതിൽ തന്നെ ഇപ്പം ഞാനും പ്ലേസ് ആയി, അതിൽ തന്നെ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇൻഡസിലെ ടീമിനും ഒരുപാട് നന്ദി പറയുന്നു.